വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ മുൻകൂർ ജാമ്യം തേടി നേതാക്കൾ IC ബാലകൃഷ്ണൻ MLAയും ND അപ്പച്ചനും ഹൈക്കോടതിയെ സമീപിക്കും. ആത്മഹത്യാ കേസിൽ അറസ്റ്റ് തടഞ്ഞ സെഷൻസ് കോടതിയുടെ ഉത്തരവ് നാളെ അവസാനിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകും. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഇപ്പോഴും നേതാക്കന്മാർ ഒളിവിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്ത് തരത്തിലുള്ള ഒരു ഉത്തരവിനാണ് സാധ്യതയുള്ളത്? എന്താണ് ഈ ഘട്ടത്തിൽ നിയമവൃത്തങ്ങളുമായൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, രണ്ടിടത്ത് ജാമ്യാപേക്ഷ സാധിക്കില്ല. ജില്ലാ സെഷൻസിലും ഹൈക്കോടതിയിലും ഒരേപോലെ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി വന്ന ശേഷം, അതിന്റെ തീരുമാനം അറിഞ്ഞ ശേഷം അത് അനുകൂലമല്ലെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്ക് പോകാം എന്ന ധാരണ ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, അത് തങ്ങൾക്ക് എതിരാകുമോ എന്ന ആശങ്കയും ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLAയ്ക്കും ഉണ്ട്. കാരണം ഈ 15 വരെ, നാളെ വരെ അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ പോലും അവർ ജില്ലയിലേക്ക് എത്തുന്നില്ല. സാങ്കേതിക കാരണങ്ങളും തിരക്കുകളും പറഞ്ഞ് മറ്റൊരിടത്ത് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സംശയം ജനിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനം ഇവർക്കുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം നിലവിൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ട് പോലും അവർ ജില്ലയിലേക്ക് എത്താത്തത് എന്നതാണ് അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇത് സംബന്ധിച്ച് സെഷൻസ് കോടതി മറ്റേതെങ്കിലും ദിവസത്തേക്ക് ഉത്തരവ് മാറ്റിയാലും ഇവരെ ഉടനെ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാമെന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് ഒഴിവാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നാളെ ഈ സെഷൻസ് കോടതി വിധി എന്തായാലും അതിനോടനുബന്ധിച്ച് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് IC ബാലകൃഷ്ണൻ MLAയും ND അപ്പച്ചനും നിലവിലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ പൊടുന്നനെ തന്നെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കിയ സാഹചര്യത്തിൽ, റിമാൻഡ് ചെയ്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടാവുമോ? അത് മാത്രവുമല്ല, രാഷ്ട്രീയമായ ഒരു ഇടപെടൽ കൂടി അതിലുണ്ടായാൽ വളരെ പൊടുന്നനെ ചിലപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്ന ആശങ്കയും ഇരുവർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഹൈക്കോടതിയെ മുൻകൂർ സമീപിക്കാനുള്ള കാര്യങ്ങൾ നിയമവൃത്തങ്ങളുമായി ആലോചിച്ച് ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ പറയുന്നുണ്ട്. അവർ കത്തിലെ സംശയമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ സ്വാഭാവികതയും എത്രത്തോളം സുതാര്യതയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ആ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ സെഷൻസ് കോടതിയുടെ നാളത്തെ ഒരു തീരുമാനം മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും, വാറന്റ് ആകും. അതുകൊണ്ട് തന്നെ ആ ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം മുൻകരുതലുകളിലേക്ക് ഇവർ പോകുന്നത്. ഇവർ വയനാട്ടിലേക്ക് എത്താത്തതും ആ സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രതീഷ്, അതിനിടെ ഈ കുടുംബത്തിന്റെ നിലപാടിൽ, കോൺഗ്രസ് നേതാക്കളോടുള്ള ഈ നിലപാടിൽ എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവൊക്കെ അവിടെ സന്ദർശിക്കുന്നത് കണ്ടതാണ്. അപ്പോൾ തുടർ ചർച്ചകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കുടുംബവുമായി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അത്രയും രൂക്ഷമായ പരാമർശം അദ്ദേഹം കുടുംബത്തിനെതിരെ നടത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം ആ വീട്ടിലെത്തി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കുടുംബത്തിന് നേതാക്കളോടുള്ള ആ ഒരു എതിർപ്പും ആ ഒരു ദേഷ്യവും മാറിയിട്ടുണ്ടോ ഈ വിഷയത്തെ തുടർന്നുള്ളത്? ലക്ഷ്മി, തീർച്ചയായും ഇവർ കോൺഗ്രസ് കുടുംബമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതാക്കളോടും കോൺഗ്രസ് പാർട്ടിയോടൊക്കെയുള്ള വിധേയത്വം സ്വാഭാവികവും പൊടുന്നനെ അവസാനിക്കാനുള്ള സാധ്യതയില്ല. മാത്രവുമല്ല, പാർട്ടിക്ക് വേണ്ടിയാണ് NM വിജയൻ തങ്ങളുടെ പിതാവ് കടം വാങ്ങിയത് നേതാക്കൾക്ക് വേണ്ടി എന്ന ആ നിലപാടിൽ ഇപ്പോഴും ആ കുടുംബത്തിന് മാറ്റമില്ല. അത്തരത്തിൽ തന്നെയാണ് ഉയർന്ന ഉന്നത നേതാക്കൾക്ക് അവർ പരാതി നൽകിയതും പോലീസിനും അത്തരത്തിൽ തന്നെ പരാതി നൽകിയിട്ടുള്ളത്. വ്യക്തിപരമായ കടമല്ല അദ്ദേഹത്തിന്റെ എന്ന് തന്നെയാണ് നിലപാടെടുത്തത്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഉപസമിതി, KPCC ഉപസമിതി വയനാട്ടിൽ വന്നപ്പോൾ, തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിൽ വന്നപ്പോൾ അത്തരത്തിലൊരു പരാതി ഉന്നയിക്കുകയും തങ്ങളുടെ കടം പാർട്ടി ഏറ്റെടുക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ പണം പൂർണ്ണമായും കടം KPCC ഏറ്റെടുക്കും, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന തരത്തിലുള്ള ഒരു ഉറപ്പ് KPCC ഉപസമിതി കുടുംബത്തിന് നൽകിയത്. അതിന്റെ തുടർച്ചയായിട്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീട്ടിലെത്തുകയും ഇവരോട് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും പ്രശ്നപരിഹാരം
പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് KPCC നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നലെ MV ഗോവിന്ദനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞത് MV ഗോവിന്ദൻ പറഞ്ഞത് KPCC അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഈ പണത്തിന്റെ കടബാധ്യത പൂർണ്ണമായിട്ടും CPM ഏറ്റെടുക്കുന്നതിനെ കുറിച്ചും ആലോചിക്കും. അതുകൊണ്ട് ഈ കൊലപാതകത്തിന് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഉത്തരം പറയണം, IC ബാലകൃഷ്ണനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം, അദ്ദേഹം പദവി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ മാറുന്നു. ഇതേസമയം വീട്ടുകാർക്ക് ഈ വലിയ കടബാധ്യതയിൽ നിന്ന് ആര് രക്ഷിക്കും, ആര് തങ്ങളെ സംരക്ഷിക്കുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ KPCCയോടും കോൺഗ്രസ് പാർട്ടിയോടും നേതാക്കളോടും അനുഭാവപൂർണമായ ഒരു നിലപാട് തന്നെയാണ് കുടുംബത്തിനുള്ളത്. ഈ ഘട്ടത്തിലും അത്തരത്തിൽ തന്നെ പറയണം. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് സംസ്ഥാനത്തെ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതിരോധത്തിന്റെ തുടർച്ചയാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് വയനാട്ടിലേക്ക് എത്തേണ്ടി വന്നത്. തീർച്ചയായും വലിയ ക്ഷീണം തന്നെ കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതായാലും ഒരാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ വീട്ടിലെ ഏറ്റവും കുടുംബനാഥനെ നഷ്ടമായിരിക്കുന്നു. അപ്പോഴേക്കും ഇരു പാർട്ടികളും അവിടേക്ക് ഓടിയെത്തുന്ന സ്ഥിതിയുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിൽ എന്ത് തീരുമാനമായിരിക്കും അവർ കൈക്കൊള്ളുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും ഈ കടബാധ്യത ആരാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും അറിയുവാനും താല്പര്യം.